വിദ്യ കാർഷിക പ്രവർത്തനങ്ങൾക്ക് എത്രത്തോളം ഗുണകരമായി ഉപയോഗിക്കാമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ചെങ്ങന്നൂർ തിരുവമ്പണ്ടൂർ പഞ്ചായത്തിലെ അമ്പാടിയിൽ ഡയറി ഫാം. പശുക്കളുടെ പരിപാലനവും കറവയും വിതരണവുമെല്ലാം പൂർണ്ണമായും ജർമ്മൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. പാലുൽപാദനത്തിന്റെ അടിസ്ഥാനത്തിൽ പശുക്കളെ പ്രത്യേക ബ്ലോക്കുകളായി തിരിച്ചാണ് ഈ ഫാമിൽ സംരക്ഷിച്ചു പോരുന്നത്. അന്തരീക്ഷതാപം കുറയ്ക്കുന്നതിനായി ഫാനുകൾക്കൊപ്പം അകമ്പടിയായി നേർത്ത സംഗീതവും ആസ്വദിച്ചാണ് അമ്പാടിയിൽ ഫാമിലെ പശുക്കളുടെ നിൽപ്പ്. കറവയ്ക്ക് മുൻപായി ഓട്ടോമാറ്റിക് സംവിധാനം വഴി വൃത്തിയായി കുളിപ്പിച്ച ശേഷം പശുക്കളെ പ്രത്യേക യൂണിറ്റിലെത്തിക്കും. കറവയ്ക്ക് മുന്നോടിയായി വീണ്ടും അകിട് വൃത്തിയായി കഴുകും. പിന്നീടാണ് പൂർണ്ണമായും യന്ത്രവൽകൃത രീതിയിലുള്ള കറവ നടത്തുന്നത്. ഒരേ സമയം 12 പശുക്കളെ ഈ രീതിയിൽ കറക്കുവാൻ കഴിയും. പൂർണ്ണമായും യന്ത്രവൽകൃത രീതി പരിപാലനത്തിനും മറ്റുമുള്ള ആയാസം ഒഴിവാക്കുന്നതോടൊപ്പം മികച്ച ഫലം തരുന്നതായി അമ്പാടിയിൽ ഫാം ഉടമ അനിൽകുമാർ പറയുന്നു. ഞാൻ ഈ ഫാം തുടങ്ങിയത് 2006-ലാണ്. 2006 2 പശുവായിട്ട് തുടങ്ങിയതാണ്. പിന്നെ ഗ്രാജുവലായിട്ട് കുറേശ്ശെ കൂട്ടി കൊണ്ടുവന്ന് ആണ് ഞാൻ ഇന്നിപ്പോൾ ഇന്നൊരു ഹൈടെക് ഡയറി ഫാമിൽ എത്തിയിരിക്കുന്നത്. കാരണം എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കാരണം ഞാൻ ഈ ഫാം തുടങ്ങി സമയത്തും ഇത് ഭയങ്കര ബുദ്ധിമുട്ടും ഒക്കെ ആണെങ്കിലും ഞാൻ അന്നൊക്കെ ഇതിൻ്റെ പുറകെ എന്താ പറയുക ശരിക്കും ആത്മാർത്ഥത കൂടി തന്നെ നിന്നു. അപ്പോൾ അങ്ങനെ നിന്ന് ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന പാല് സ്വന്തമായിട്ട് മാർക്കറ്റ് അന്ന് മുതലേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ സ്വന്തമായിട്ട് അപ്പോൾ പാലും തൈരും നെയ്യും വെണ്ണയും ഒക്കെ ആയിട്ട് സെയിൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു ലാഭകരമായിട്ട് തന്നെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറെ ഇപ്പോൾ ഒരു പരിപാടിയില്ല. ഫുള്ള് എൻ്റെ 24 മണിക്കൂറും ഈ ഫാം ആണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് എനിക്ക് കേരളത്തിലെ ആദ്യത്തെ ഒരു ഹൈടെക് ഡയറി ഫാമായിട്ട് കൊണ്ടുവരാൻ പറ്റി. ഈ ഹൈടെക് ഡയറി ഫാം എന്ന് പറയുമ്പോൾ ഇത് ജർമ്മൻ ടെക്നോളജി മിഷനറിയാണ്. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ പശുക്കളെ വളർത്തുന്നത് ക്യൂബിക്കൽ സിസ്റ്റമാണ്. അത് ഫ്രീ സ്റ്റോളാണ്. പശുക്കളെ കെട്ടിയിടുന്നില്ല. പശുവിനെ സമയത്തും അതിൻ്റെ ഇഷ്ടത്തിന് നടക്കാനും അതിന് ആവശ്യമുള്ള സമയത്ത് ഫുഡ് കഴിക്കാനും ആവശ്യമുള്ളപ്പോൾ വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ അവിടെ നിങ്ങൾ കണ്ടല്ലോ ചൊറിയുന്ന, അപ്പോൾ അത് പശു അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകുകയും അതിനത് ചൊറിയാൻ പറ്റുകയും അങ്ങനെ ആ പശുവിൻ്റെ ഇഷ്ടമനുസരിച്ച്. പിന്നെ നമ്മൾ ആ കറവ സമയത്ത് ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ പശുക്കൾ മിൽക്കിംഗ് പാർലറിൽ വരുന്നു. അപ്പോൾ ആ വരുന്ന സമയത്ത് അവിടെ ഓട്ടോമാറ്റിക് വാഷിംഗ് സിസ്റ്റം ഉണ്ട്. അതിൽ കൂടെ വാഷ് ചെയ്ത് നേരെ അത് ഹോൾഡിംഗ് ഏരിയ വരുന്നു. അവിടെ നിന്ന് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത് 2/6 പാർലറാണ്. ഒരേ സമയത്ത് 12 പശുവിനെ കറക്കാറുണ്ട്. ATM അഥവാ എനി ടൈം മിൽക്ക് എന്ന സഞ്ചരിക്കുന്ന വിപണന കേന്ദ്രമാണ് അമ്പാടിയിൽ ഫാമിൻ്റെ മറ്റൊരു ആകർഷണം. റീചാർജ് ചെയ്യുന്ന കാർഡ് ഉപയോഗിച്ച് വീട്ടുമുറ്റത്തെത്തുന്ന ATM യൂണിറ്റിൽ നിന്നും ഉപഭോക്താവിന് നേരിട്ട് പാൽ വാങ്ങുവാൻ കഴിയും. ഇതിന് ആവശ്യക്കാർ വർദ്ധിച്ചതോടെ ഇത്തരത്തിലുള്ള 5 യൂണിറ്റുകൾ കൂടി ഉടൻ തുടങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണ് അനിൽകുമാർ. ATMയിൽ നിന്ന് പൈസ എടുക്കുന്ന അതേ സിസ്റ്റം, കാർഡ് നമ്മൾ പൈസ നിറച്ച് കാർഡ് കൊടുക്കും. ആ കാർഡ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മിഷൻ ഓണാകും. അവർക്ക് എത്ര 1/2 ലിറ്ററാണോ 1 ലിറ്ററാണോ അവരുടെ ആവശ്യത്തിന് അന്നേരം തന്നെ പാലെടുക്കാം. അപ്പോൾ അതിൻ്റെ ബാലൻസ് അപ്പം തന്നെ അവർക്ക് എഴുതി കാണിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പ്രതികരണമാണ്. ഇപ്പം ഞങ്ങളൊരു 10-15 മിഷൻ ഞങ്ങളിപ്പോൾ അടുത്ത് എടുക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ വേറൊരു കമ്പനിയും കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. മിഷൻ നല്ലൊരു കമ്പനി വന്നിട്ടുണ്ട്. പൂർണ്ണമായും യന്ത്രവൽകൃത സംവിധാനങ്ങൾ തന്നെയാണ് പാൽ, തൈര് എന്നീ ഉൽപ്പന്നങ്ങൾ ശുദ്ധീകരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നെത്തിക്കുന്ന ചോളം ഉൾപ്പെടെയുള്ള പോഷകാഹാരത്തോടൊപ്പം പരമ്പരാഗത തീറ്റകളും പശുക്കൾക്ക് നൽകി വരുന്നു. ജീവനക്കാർക്കൊപ്പം അനിൽകുമാറും ദിവസവും പശുപരിപാലനത്തിനായി എത്തും. ക്ഷീരോത്പാദന രംഗത്തെ മികവ് കണക്കിലെടുത്ത് നിരവധി തവണ സർക്കാർ പുരസ്കാരങ്ങൾ അനിൽകുമാറിനെ തേടിയെത്തിയിട്ടുണ്ട്. ഭാര്യയും 2 മക്കളുമടങ്ങുന്ന കുടുംബത്തിന്റെ പിന്തുണയാണ് തന്റെ വിജയങ്ങൾക്ക് പ്രചോദനമെന്നും ഇദ്ദേഹം പറയുന്നു. ക്യാമറമാൻ അഭിലാഷ് ചെറുക്കടവിനോടൊപ്പം ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.